അഭിവാദ്യങ്ങൾ 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 ആയിരം അഭിവാദ്യങ്ങൾ. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഈ കാണുന്നത്. കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി എനിക്ക് പിന്നാലെ കാണുന്ന ഈ വാഹനത്തിലൂടെ കടന്നു വരികയാണ്. ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഏറെ വിവാദമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷമാണ് LDF-ൽ നിന്നും UDF-ലേക്ക് എത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്? ഐഷ പോറ്റിക്ക് കൊട്ടാരക്കരയിൽ എത്രത്തോളം സ്വീകാര്യത ലഭിക്കും? ഇക്കാര്യം നമ്മൾ അന്വേഷിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ ഞാൻ ജനവിധി തേടുകയാണ്. തീർച്ചയായും നിങ്ങൾ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു വിടണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം UDF-ന് അനുകൂലമാകുമോ? തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം അങ്ങേയറ്റമുണ്ട്. കടമെടുപ്പിന്റെ ഒരു ഗവൺമെന്റായി മാറിയിട്ടുണ്ട്. സ്ത്രീ വിരുദ്ധത അങ്ങേയറ്റമുണ്ട്. ഒരു മന്ത്രി പത്നിക്ക് പോലും 112-ൽ വിളിച്ചിട്ട് പോലീസിന് അങ്ങോട്ട് കയറി അവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷ എവിടെയാണ് ഉള്ളത്? അത് വളരെ പ്രയാസകരമായ കാര്യമാണ്. പിന്നെ എല്ലാം ഇങ്ങനെ PR വർക്കിലൂടെ പരസ്യത്തിലൂടെ ബസ്സിലും എല്ലാം പരസ്യത്തിൽ കൂടെ കാണുന്നതല്ലാതെ ഗ്രൗണ്ട് റിയാലിറ്റിയിലൂടെ ചെല്ലുമ്പോൾ വലിയ പരാതികളാണ് കേൾക്കുന്നത്. ഇവിടെ പാർട്ടിക്ക് ഒരു ഹോൾഡും ഇല്ലാത്തപ്പം നല്ല ഉറച്ച LDF മണ്ഡലം വന്ന് ഇപ്പം ഗമയോടെ അടിക്കുന്നെങ്കിൽ എൻ്റെ വേർപ്പും എൻ്റെ അധ്വാനവും അതിനകത്ത് ഒരുപാടുണ്ട് എന്നുള്ളത് അവർ മറന്നുപോയി. ഞാനൊരു നല്ല പ്രൊഫഷൻ പോലും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇതിൽ പങ്കുചേർന്ന് പ്രവർത്തിച്ചതെന്ന് അവർ മറന്നുപോയി. അത് കാലം തെളിയിക്കും, നാട് കാണിച്ചു കൊടുക്കും, ഉറപ്പാണ്. എല്ലാവിധ വിജയാശംസകളും. നന്ദി. താങ്ക് യു.